ഇനി നമുക്കൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇന്നെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് ചിക്കൻ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതേപോലെ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി വേറൊരു പത്തിൽ ഇതിന് മുകളിലായിട്ട് വെച്ചെടുക്കാം. അതേപോലെ ഒരു അടപ്പ് വെച്ചിട്ട് റൗണ്ട് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊന്ന് വേവിച്ചെടുക്കുക. അടിഭാഗം ഒന്ന് മുരിഞ്ഞു വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.